നമസ്കാരം. എമ്പുരാന്റെ ടീസർ വന്നിരിക്കുന്നു. തമ്പി മയിൽവാഹനം, ഞാൻ തലയല്ലട, തല എടുക്കണവൻ. ഞാൻ ചെകുത്താന, നിങ്ങളുടെ ഡീല് ചെകുത്താനുമായാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീസർ വന്നിട്ടുണ്ട്. എന്റെ കർത്താവെ, ഒന്നൊന്നര ടീസർ എന്ന് വെച്ചാൽ ഇത് മലയാളം ടീസർ ആണോ, അതോ ഈ മലയാള സിനിമയാണോ, ഇംഗ്ലീഷ് സിനിമ, പിന്നീട് ഇന്ത്യൻ സിനിമയാണോ, അതോ ഹോളിവുഡ് സിനിമയാണോ? ഹോളിവുഡ് സിനിമയെ പോലും വെല്ലുന്ന രീതിയിലായിരുന്നു ഈ ടീസർ. നിങ്ങൾ മിക്കവാറൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ സ്ലോ മോഷനിൽ കണ്ടു നോക്കിയിട്ടുണ്ടോ? അത് സ്ലോ മോഷനിൽ കാണണം കേട്ടോ. അതൊരു അത് സ്ലോ മോഷനിൽ കാണുമ്പോഴേ അതിന്റെ ഓരോ ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് പതുക്കെ പോവാം. ഓക്കെ, പതുക്കെ പോ. ഇത് കണ്ട, ഇതൊരു ബൈക്കാണ് കേട്ടോ. ബൈക്ക് എനിക്കൊന്നും ബോംബിൽ തകർന്ന് ഇറാഖ് അവിടെ അല്ലേ ഷൂട്ടിങ്. അതുണ്ട്, ഒരു കാറ് കാണുന്നുണ്ട്. സംഭവം അതിനുശേഷം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. LIC. അടുത്തത് ഒരു വീട്, അവന്റെ അച്ഛന്റെ പഴയ സംഭവം. മോഹൻലാലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് മഞ്ജു വാര്യർ നിൽക്കുന്നത്, അവന്റെ അച്ഛന്റെ പ്രതിമ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ പഴയ വണ്ണിലുള്ള അവന്റെ കാറ്. ഇനിയാണ് നമുക്ക് അങ്ങോട്ടാണ് ഇതിന്റെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ വരുന്നു, കുറെ പട്ടാളക്കാർ കേട്ടോ. കുറെ പട്ടാളക്കാരിങ്ങനെ പോകുന്നുണ്ട്. എന്തോന്ന് കത്തുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതെന്തുവാണ് നിങ്ങളൊന്ന് കണ്ടത്? ഈ സാധനം എന്തോ ഒരാളെ എടുത്തോണ്ട് പോകുന്നതാണ്. എനിക്ക് പിടിയിട്ടില്ല കേട്ടോ. ആരെയോ എടുത്തോണ്ട് പോകും പോലെയാണ് തോന്നുന്നത്, അല്ലയോ? അങ്ങനെ എന്തോ ഒരാളെ കുറുക്കി കിടക്കും പോലെ അല്ലേ തോന്നുന്നു? അങ്ങനെയാണോ? എനിക്കങ്ങനെയാ തോന്നുന്നു കേട്ടോ. അതെന്താണെന്നൊരു പിടുത്തമില്ല. വീണ്ടും കണ്ട പിന്നെ വിദേശ പട്ടാളക്കാരാണ്, മനസ്സിലായോ? സായിപ്പന്മാരാണ് പട്ടാളക്കാർ മൊത്തം. ഭയങ്കര ലോങ് ഷോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറെ കാറുകൾ പോകുന്നു. അത് മോഹൻലാൽ തന്നെയാണോ? ഇത് ആരാ തിരിഞ്ഞിരിക്കുന്നത്? പൃഥ്വിരാജ്. ഇത് ആരെന്ന് പറഞ്ഞത് ബാക്ക് ഷോട്ടാണോ കേട്ടോ കംപ്ലീറ്റ്? ഇത് മോഹൻലാൽ അല്ല, ഇത് വേറെ ആരോ ആണ്. വില്ലനാണോ? ശരി. വീണ്ടും ഒരു പുതിയൊരു കാറ് പോകുന്നു. ഏതാണ്? നമ്മുടെ കുരിശ്. ഈ മറ്റേ കാറെടുത്ത് മാറ്റാം. പഴയ കാർ ഓപ്പൺ ആക്കണേന്ന് തോന്നുന്നു. മറ്റേ പഴയ അതോ അല്ലേ 666 എന്ന് പറഞ്ഞ കാറിലെ കവർ എടുക്കുന്നത് ആ സീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്നുണ്ട്. നമ്മുടെ TV-കളൊക്കെ വെച്ച് വൺ സെറ്റപ്പാണ് കേട്ടോ. ചെറിയതൊന്നുമല്ല, ഇത് വൺ സെറ്റപ്പാണ്. ഇതൊക്കെ കണ്ടോ? മൊതാമമാരൊക്കെ ഈ സാധനം അവർ കയ്യിൽ പിടിക്കുന്ന, ഒരു കൊച്ചു കുട്ടി കയ്യിൽ പിടിക്കുന്ന രംഗം മോഹൻലാലിന്റെ കയ്യിലാണെന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ വരുന്നു. കുരിശ്. ലാലേട്ട ഇറങ്ങുന്നത് അവൻ പറയുന്നു. കഴിഞ്ഞ ഇറങ്ങുന്നു. ഇനി നോക്കാം. മോതിരം കിടിലം കേട്ടോ. മോതിരം കണ്ടോ? എന്റെ കയ്യിൽ ലൂസിഫർ എഴുതി കാണിക്കുന്ന സംഭവം കിടിലമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ പറയണ്ട കേട്ടോ. ലാലേട്ടന്റെ ലുക്ക് കണ്ടോ? വരുന്ന സാധനം ഒന്നൊന്നര ലുക്ക് കേട്ടോ. ആ സാധനം രക്ഷയില്ലാത്ത സാധനം ആയിക്കോട്ടെ. മോഹൻലാൽ നടന്നു വരുന്നത് കുതിര കത്തിക്കൊണ്ട് പോവുകയാണ്. അതിനകത്ത് വെച്ച് ഇത് മെയിലിൽ നിന്ന് എയിം ചെയ്യണം കേട്ടോ ഈ കാറിന്. അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. ആന്റണി പെരുമ്പാവൂർ. ഓക്കെ, അടുത്തത് ഒരു തോക്കെടുത്ത് ഇവിടെ നിങ്ങൾ കണ്ടത് എന്തോ ഒരു സാധനം എന്താണെന്നുള്ള മനസ്സിലായിട്ട് കണ്ടോ? ഒരു സാധനം വരുന്നത് അതിന്റെ അകത്തൂടെ കണ്ടോ? എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഞാൻ കുറച്ചു നേരത്തെ നോക്കുന്നുണ്ട്. എന്തോ ഒന്ന് പറന്നു പോകുന്നത് കാണുന്നുണ്ട്. എന്തോ ഒരു സാധനമാണ്. അതൊരു ഷോട്ടിൽ പോയി. പിന്നെ സായിപ്പന്മാരുടെ വെടിവെപ്പും സംഭവമൊക്കെ തന്നെ കേട്ടോ. ഇതിനകത്ത് കംപ്ലീറ്റ് വെടിവെപ്പാ. എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുക? എന്തല്ലോ പ്രാവൊക്കെ പറക്കുന്നു. പട്ടാളക്കാർ പള്ളിക്കകത്ത് കയറും പോലെ. ഇവിടെ വേറെന്താ? ഈ പട്ടാളക്കാരന്റെ അടുത്തെന്താ മേളിലായിട്ട് നിൽക്കുന്നത്? എന്ത് സാധനം അത്? തോക്ക്. ഡ്രോൺ കണ്ട? ഒരു ഡ്രോൺ പോലത്തൊരു സാധനം. ബോംബാണ്. എന്താണ് ഡ്രോൺ പോലത്തൊരു സാധനം തറയിൽ നിന്ന് പൊങ്ങുന്നുണ്ട്. അമ്മോ, ബോംബതാ പൊട്ടിത്താ. ബ്ലാസ്റ്റ് ചെയ്യണുണ്ടോ? ലാലേട്ടെന്താ കയ്യിൽ തീ കത്തിക്കൊണ്ട് ഒരു കക്ഷി വരുന്നുണ്ട്. കയ്യിൽ തീ കത്തിക്കൊണ്ട് ലാലേട്ടൻ തന്നെ. അത് പൃഥ്വിരാജാണെന്നോ അല്ലേ? തൂങ്ങിയിറങ്ങുന്നു. ഈ സീന് അമ്മാണ് ഒരു രക്ഷയില്ല കേട്ടാ. തോക്കിട്ട് വെടിവെക്കുന്ന സീൻ അങ്ങോട്ട് നോക്കി. എന്റെ അമ്മ ഒരു രക്ഷയില്ല. പ്രാക്കൾ ബാക്കിൽ കിടന്ന് പറക്കുന്നു. ഇതന്നെ ഹെലികോപ്റ്ററിന്റെ ബാക്കാണോ എന്തോന്നല്ലേ? പിന്നെ അതിന്റെ എമ്പുരാനം എഴുതിയ സാധനം
പൃഥ്വിരാജ് തീയുടെ ഇടയിൽ കൂടി ലാസ്റ്റത്തെ വെടികളുണ്ട്. അതാണ് വെടികൾ നമ്മൾ എന്റെ അമിതൊക്കെ എവിടെ നിന്നൊക്കെ വെടിവെണ്ണം നോക്കുന്നത് വേറെ ലെവലുടെ സിനിമ, വേറെ ലെവൽ കേട്ടോ. നമ്മള് മലയാളികൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇതൊരു ഒന്നൊന്നര സാധനമാവും കേട്ടോ. മോഹൻലാലിന്റെ സിനിമയിൽ തന്നെ ഒരു ബിഗ് ചരിത്രം കുറിക്കും കേട്ടോ ഈ സാധനം. അമ്മാതിരി സാധനമാണ്. എന്റെ അമ്മേ, കണ്ടല്ലോ നിങ്ങള്. ഇതായിരുന്നു എന്ത് പറയാം, നിങ്ങളുടെ അഭിപ്രായം കമ്മ. എന്താ 26 ഞാൻ അങ്ങനെ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു സിനിമയും കാണാൻ പോകാറില്ല. ഞാനൊരു ബിഗ് പിന്നെ ഈ പറഞ്ഞ മോഹൻലാൽ ഫാനാണ്. അപ്പോ എന്തായാലും ടീസർ, ഒന്നൊന്നര ടീസർ, നമ്മൾ മലയാളികൾക്ക് എല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ടീസറായിട്ട്, ഒരു ഹോളിവുഡ് പടത്തെ പോലും വെല്ലുന്ന ഒരു ടീസറായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.